ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. ഭഗവത്ഗീത അധ്യായം 5. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു. പിന്നെ ഭക്തി പുരസ്സരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരുമോ? ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മപരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലതു തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉത്തമം. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് നിത്യസന്യാസി. മഹാബാഹുവായ അർജുന, അയാൾ ദ്വന്ദ്ങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷമടയുകയും ചെയ്യുന്നു. ഭക്തിയുത സേവനം കർമ്മയോഗം. പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുള്ള പഠനം സാംഖ്യയോഗം. അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നു പറയുന്നത് അജ്ഞാനികളാണ്. ഇവയിലേതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ പറയുന്നു. വിശകലനാധിഷ്ഠിതമായ പഠനം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം ഭക്തിയുത സേവനം കൊണ്ടും നേടാം. അതുകൊണ്ട് വിശകലനാധിഷ്ഠിതമായ പഠനവും ഭക്തിയുത സേവനവും ഒരേ ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കുന്ന ആൾ വസ്തുതകൾ യഥാർത്ഥമായി ദർശിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ത്യജിച്ചുവെന്നിരിക്കലും ഭക്തിയുത ഭഗവത് സേവനത്തിലേർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല. ഭക്തിയുത സേവനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ പരമപദം പ്രാപിക്കും. ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയുമില്ല. ദിവ്യാവബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്ത് തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്കറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലയിൽ വെള്ളമെന്ന പോലെ ദുഷ്കർമ്മഫലങ്ങൾ ബാധിക്കുകയില്ല. യോഗികൾ അനാസക്തരായി ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആത്മശുദ്ധിക്കു വേണ്ടി മാത്രം പ്രവർത്തനത്തിലേർപ്പെടുന്നു. സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്കർപ്പിക്കുന്നതുകൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവൻ തൻ്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ അതിൽ പെട്ടുവലയുന്നു. ശരീരസ്ഥനായ ആത്മാവ് തൻ്റെ പ്രകൃതത്തെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളെയും മനസ്സാ പരിത്യജിച്ചുകൊണ്ട് 9 വാതിലുകളുള്ള പുരത്തിൽ ഭൗതിക ശരീരത്തിൽ സുഖമായി വാഴുന്നു. ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നതുമില്ല. ശരീരസ്ഥനായ ആത്മാവ് തൻ്റെ ശരീരമാകുന്ന പുരത്തിൻ്റെ ഉടമസ്ഥൻ. കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല, കർമ്മഫലങ്ങളും ഉണ്ടാക്കുന്നില്ല. പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇവയ്ക്കെല്ലാം കാരണം. സർവേശ്വരൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ വ്യാമോഹിതരാകുന്നത്. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാവുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നതുപോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയവുമെല്ലാം പരമ്പൊരുളിൽ ആ കൃഷ്ണനിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങളൊഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുന്നു. അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായ്മാസം ഭക്ഷിക്കുന്ന ചണ്ടാളനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാന്വിതരായ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത്.
ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ജനനമരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു. അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ്. ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്ത അവസ്ഥയിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതികാതീതൻ തന്നെ. മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഉണ്ടാവുകയില്ല. അയാൾ സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദമനുഭവിക്കുന്നു. പരമതത്വത്തിൽ ഏകാഗ്രമായി മനസ്സൂന്നുന്നതുകൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു. ബുദ്ധിമാൻ ഭൗതികേന്ദ്രിയങ്ങളുമായുള്ള ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളതുകൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാൻ സന്തോഷം കൊള്ളുന്നില്ല. ഈ ശരീരം ത്യജിക്കുന്നതിനു മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. ഊർജ്ജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമായ ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി. ബ്രഹ്മനിർവാണം പൂകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കും. സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്ക് അതീതരായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും സർവപാപങ്ങളിൽ നിന്നും മോചനം നേടിയവരുമായിട്ടുള്ളവർ ബ്രഹ്മനിർവാണം പോകുന്നു. കാമക്രോധങ്ങളൊഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്കു വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അചിരേണ പരമപ്രാപ്തി സുനിശ്ചിതമാണ്. ബാഹ്യവിഷയങ്ങളിലെല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടിയുറപ്പിച്ചും ശ്വാസോച്ഛ്വാസങ്ങളെ നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദോഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു. സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന ആൾ മുക്തൻ തന്നെ. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ യോഗി. കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങളൊഴിഞ്ഞ് ശാന്തി നേടുന്നു. ഹരേ കൃഷ്ണ. കർമ്മയോഗം എന്ന ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്ന ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ.